കാണിച്ചത്? അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വിൽക്കരുതെന്ന് കുട്ടപ്പൻ നായരോട് ഞങ്ങൾ പറഞ്ഞതാ. അയാൾ സമ്മതിച്ചതുവാ. എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് പിരികയറ്റി ആ ഭൂമി നാം വാങ്ങിച്ചു. അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കരി കഴിച്ചേക്കാനായി ആ ഭൂമി ആചാര്യർക്ക് മറിച്ച് വിൽക്കുകയും ചെയ്തു. അതിനെന്താന്നു? ഞങ്ങളെ ഏഴാം കുലികളാക്കരുത്. ആ സ്ഥലം ഹാജിയാരുടെ കയ്യിൽ വന്നാല് നാളെ അവിടെ എന്താ ഉണ്ടാകുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. നാളെ അവിടെ സ്കൂളിന് വേണ്ടി, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല ഒന്നാന്തരം ഒരു കളിസ്ഥലം ഉണ്ടാവും. അത്രേ ഉള്ളൂ. നാളെ അവിടെ ഹാജിയാര് പള്ളി പണി. സംശയമുണ്ടോ? അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം? ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല. അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പൊ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം. പോരെ? അതിന് നിന്റെ സമ്മതം വേണ്ടടോ. വരേ, ആലോചിച്ച് സംസാരിക്കണേ. എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും. തോന്നിയ ആൾക്ക് മറിച്ച് വിൽക്കും. പിന്നെയും വാങ്ങും, പിന്നെയും വിൽക്കും. നിങ്ങളാരായാലും ചോദിക്കാൻ. ഈ കൊള്ളി എടുത്താ നീ തല ചൊറിയുന്നു. ഒന്ന് പോടോ അവിടുന്ന്. ഒരു കൂട്ടം ഏറാമൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു. എടോ മേന്നെ, തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്ന വിചാരം? അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പൻ നായരെ വിരട്ടി ചുളു വിലക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ? ഉണ്ടണ്ട. താനും തന്റെ ചിങ്കിടികൾ നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായി പോയി അല്ലേ? കാണിച്ചു തരായിരുന്നു. പിന്നൊരു കാര്യം, എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. മേലാൽ ഇമ്മാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പടിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീശനാണോ നായരാണോ എന്ന് ഞാൻ നോക്കിയില്ല. അറിയാലോ, ശേരം പറഞ്ഞാണ്. ചുക്കൂറെ, കുട്ടികൾ വല്ലാണ്ട് കർത്തിക്കണടി. വെയിലത്തിന് കേറൂല, എപ്പോഴും കളി തന്നെ. അസീസ് വന്നില്ലേ? ആര് കാണാൻ പോയിരിക്കാന്ന്. അതെന്തിന്? പിന്നെയും വല്ല ഗുലുമാലി ഉണ്ടാക്കിയ? അങ്ങനെയൊന്നുമില്ല പാപ്പ. നീ എങ്ങനെയല്ലേ പറയൂ? എന്റെ കെട്ടിയോനല്ലേ. ഓനോട് ഈ തട്ടിപ്പും തരികടയൊക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ. പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ചാ ജാമീൻ എടുക്കാൻ ഞമ്മളെ കിട്ടൂല. അരുമോന്റെ സ്വഭാവ ഗുണം കൊണ്ട് തലയെ കെട്ടടിച്ച് മുഖത്തിട്ട് കിടക്കേണ്ട ഗതിയിലാണ്. ഞാൻ പറഞ്ഞോ ഓരെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ? നിങ്ങൾക്ക് ഇതെന്താണ്? എപ്പോഴെങ്കിലും കൂടി അവള് പറഞ്ഞത് അപ്പോഴേക്ക് തുടങ്ങും. മോളി എന്ന് തുണിയും കുപ്പായൊക്കെ മാറ്. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് പോയാ മതി. ചെല്ലുമ്മ, ഞമ്മക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തന്നെ മടങ്ങാനാണെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള വരവാണല്ലേ. സ്കൂളില് അബോക്കർ മാഷിന് പകരം വേറെ ആരെങ്കിലും വെച്ചിക്കണം ചോദിക്കാൻ പറഞ്ഞ. പുടി കിട്ടി. ഈ സ്കൂളിൽ ജോലി കൊടുക്കാന്നും പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാണും. വെറുതെ വേണ്ടാത്ത വരയും വണ്ടിക്കൊന്നും പോണ്ടാന്ന് ഓനോട് പറഞ്ഞേര്. അസീസേ മതി, എഴുന്നേൽക്ക്. ഒരു കൈയുടെ ഒറ്റ കൈ വേണ്ട, കടം പറഞ്ഞുള്ള കളി വേണ്ട. രൊക്കം കാശുണ്ടെങ്കിൽ കളിച്ചാൽ മതി. കൈ പൈസ ഉള്ളത് വേറെ ഉണ്ട്. എനിക്ക് കാശില്ലാതായപ്പോ അസീസിനെ ആർക്കും വേണ്ടല്ലേ? അതെങ്ങനെയാ? കയ്യിൽ കാശ് വന്നാൽ അസീസിന് ദർബാറാണ്. ദൂർത്തടിക്കുന്നതിനല്ലേ ഒരു കണക്കൊക്കെ. മോനെ നിന്റെ വാപ്പാടെ നീ ആരാണ്? അത്രക്കൊന്നും പറയണ്ട. നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. കാശയിലോ എന്നാ അനക്ക് പോകാൻ വേറെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഈ കാര്യം എന്താ വെച്ചാ പറയും. ഞമ്മക്കൊരു തിരക്കുണ്ട്. തിരക്ക് അനക്ക് മാത്രമല്ല എനിക്കുണ്ട്. അന്റെ കെട്ടിയോളുടെ ബാപ്പാന്റെ സ്കൂളാണ്. അറബി മാസ്റ്റർ ഒഴിവുണ്ട്. ജോലി എനിക്ക് തരാന്നൊക്കെ നീ വാക്ക് പറഞ്ഞില്ലേ? അസീസ് ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ജോലി നമ്മൾ തരും. എവിടെ? അന്റെ കെട്ടിയോളുടെ പറയലോ. സ്കൂളിൽ അറബി ടീച്ചറെ വെച്ച് ഒരു കാഫർച്ചീനെ. എന്ത് മണ്ടത്തരായി പറയണേ? അറബി ടീച്ചറെ വെച്ചോ? നമ്മളറിയണ്ട. എല്ലാവരുടെ ഈ പൊട്ടം കളിക്കല്ലേ? നീ ഇനി എന്നെ സൂപ്പാക്കാൻ നോക്കണ്ട. ജോലി തരാമെന്ന് വേണ്ടി എന്റെ 1-2 അല്ല വാങ്ങിയിരിക്കുന്നത്. 75,000 ഉറുപ്പ്യ എന്റെ പൊരേണം പണയപ്പെടുത്തുണ്ടാക്കിയ പൈസയാ. എനിക്കിപ്പൊ കിട്ടണം എന്റെ പൈസ. എന്റെ വീരാനെ ഈ ഇറങ്ങാൻ ഉണ്ടാക്കല്ലേ. നീ പറഞ്ഞ മാതിരി നടന്നിട്ടുണ്ടല്ലേ? എന്റെ പൈസ അസീസ് തിരിച്ചു തരും. പടച്ചോനാണ് തിരിച്ചു തരും. അല്ല അസീസോ? എന്താണ്ടാ ഇവിടെ? മാമായോട് ഞമ്മക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ? അത് നിങ്ങളോട് തനിച്ച് പറയാനുള്ളതാ. മാഷ് അന്യനൊന്നും അല്ലല്ല. എന്താച്ചാ പറഞ്ഞോളി.
അല്ല ആചാര്യ, ഞാൻ ഇറങ്ങാം. ഞാൻ ഇരുന്നിട്ട് ഇനി അസീസിന്റെ വിഷമം വേണ്ട. നിങ്ങളവിടെ കുത്തിയിരിക്കുന്നു. നിങ്ങളറിയാത്ത എന്ത് കാര്യം ഞമ്മക്കുള്ളത് ഈ പറഞ്ഞോ? സ്കൂളിലെ അറബി മാസ്റ്ററുടെ വേക്കൻസിയില് ഒരു ടീച്ചറിനെ പറ്റി അറിഞ്ഞു. ഒരു നമ്പൂരിച്ചിനെ. ആന്ന്. അതിനിപ്പോ എന്തേനി? ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ആർക്ക്? അനക്ക? അല്ല, പള്ളി കമ്മിറ്റിയില് ചിലതൊക്കെ പറയുന്നുണ്ട്. ഇവിടത്തെ പള്ളി കമ്മിറ്റിയിൽ അനക്കെന്ത് കാര്യം? അല്ല മാമ, ഞമ്മള് കേട്ടത് ഈ വെല്ലിച്ച പാവത്തൊന്നും കാട്ടണ്ട. അന്ന ഞമ്മക്കറിഞ്ഞൂടെ? അനക്കിപ്പോ എന്താ വേണ്ടിയത് അത് പറയും. ഞമ്മളൊരാൾക്ക് വാക്ക് കൊടുത്തിരുന്നു. നമ്മുടെ സ്വന്തം ജാതിയാ. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു പാവപ്പെട്ട കുടുംബക്കാരാ. വയസ്സായ വാപ്പയും ഉമ്മയും ഇടപാട് തീർത്ത് വന്നിരിക്കുന്ന ഒരു പെങ്ങളും 2 കുട്ടികളും ഒക്കെ ഉള്ള വല്ലാത്തൊരു പരാധീനക്കാരാ. ഓൻ ഈ ജോലി കൊടുത്താ വലിയൊരു പുണ്യായിരിക്കും. അസീസേ, വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു പാവം പെൺകുട്ടിയായിട്ട്. അത്രയ്ക്ക് പാവാണ് നിങ്ങൾ പശുവിനെ വാങ്ങിച്ചു കൊടുക്കി. പാല് കുടിക്കട്ടെ. അസീസേ, അല്ല, ഓരുടെ ആൾക്കാർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ചോദല ഓരിക്കൊണ്ടല്ലോ. ഈ അവര് ഞമ്മള് എന്നൊന്നും പറയണ്ട. അന്റെ ശുപാർശയും മേലെ നമ്മൾ ആരെയും പറ്റൂന്നും കരുതണ്ട. എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല. നടക്കാൻ നമ്മൾ സമ്മതിക്കൂല. നമ്മുടെ കുട്ടികളെ അറിവ് പഠിപ്പിക്കുന്നത് ഒരു കാഫറിച്ചിയാണെന്ന് പറയാൻ ഇങ്ങക്കൊരു ഉളുപ്പില്ലേ? അന്റെ മാമ അന്റെ സ്കൂള് ഹാജിയാർക്കാണെങ്കിൽ ഖുരാനി നല്ല വിവരവും ഒന്നും അറിയാണ്ട് ഓലൊരാളെ ജോലിക്ക് വെക്കുവോ? ഓലെ പറഞ്ഞ് തലതിരിച്ചിക്കല്ലേ മാഷ്. ഏത് മാഷ്? ആ ചായര മാഷ്. ഓലെ കുറിച്ച് അസീസ് വേണ്ടാത്ത ഒന്നും പറയണ്ട. ഇന്നാട്ടിലെ ജാതി മതം നോക്കാതെ അത്യാപത്തിൽ ഓടിയെത്തുന്ന ആളാ മാഷ്. എന്നാ നിങ്ങൾ ആ മാഷെ തല വെച്ചോളി. ഒടുക്കം നമ്മുടെ കുട്ടികളെ കണ്ടാല് തിരിച്ചറിയാണ്ടാവും. ഓള് തലയിൽ തട്ട ഇടാതെ പൊട്ടും കുത്തി ടോസീന്റെ ഇലയും ചൂടി വരണ കണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ട്? ഈ അറബി മുൻഷിമാരും മൂസാ നബീന്റെ നൂഹ് നബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണ പോലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഓലിക്ക് കഴിയോ? ഈ ശ്രീരാമന്റെ സീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുട്ടികളുടെ ഗതി എന്താവും? അങ്ങനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങളും കാണുമല്ലേ? ഇപ്പൊ എന്ത് വേണമെന്ന് ഈ പറയണത്? ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളി. ടീച്ചറെ, നിങ്ങളെ രാജേര് വിളിക്കുന്നു. ഒച്ച ഉണ്ടാക്കല്ലേ, ഞാൻ ഇപ്പൊ വരാം. ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാനുണ്ട് പോലും. വരി കൊയ്തിക, എന്താ ചോദിച്ചോളി. ഗായത്രി كم درجة تعلم؟ أفضل العلماء. كم حرفا في العربية؟ 28. كم صلاة في اليوم؟ في اليوم 5 صلوات هي الفجر والظهر والعصر والمغرب والعشاء. എന്തേ ഇനിയൊന്നും ചോദിക്കാനില്ലേ? ഇനി ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. كم سورة في القرآن؟ ഖുർആനിൽ എത്ര അധ്യായം ഉണ്ടെന്നാണ് ചോദിച്ചത്. ടീച്ചർ എന്ന് പറയും. 114. ഇപ്പൊ ബോധ്യമായി ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന്. എന്നാലും ടീച്ചർ വയ്ക്കോളി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുളുകൾ ഇതര മതസ്ഥർക്ക് ബോധ്യാവുള്ളൂ. അതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കരുത്. മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത്? പിന്നെ അല്ലാണ്ട് കൂട്ടത്തില് നമ്മളെ പള്ളിക്കണ്ടിയിലെ മൊയ്തി മോലാക്ക ഇടുത്തിട്ട പോലെ ഒരു ചോദ്യം, നിസ്കാരം എത്രയുണ്ട് എന്ന്. പടച്ചവൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് കിടുങ്ങി. എവിടെ ടീച്ചർ ലെവലേശം കുലുങ്ങില്ല. ഉടനെ മണി അടിച്ച പോലെ ടിങ് ടിങ് നന്ദി 5 മാത്രല്ല ഓരോ നോത്തോത്താൻ വിശദീകരിച്ചും കൊടുത്ത്. സ്കൂൾ പഠിപ്പിക്കുന്ന കിതാബ് മാത്രല്ല
ഓല് നമ്മളെ ഖുർആനും പഠിച്ചിട്ടുണ്ടേന്ന്. ഓള് പണ്ടേ പഠിക്കാൻ വെടുക്കത്തിയ എന്റെ കുഞ്ഞാലിനെ ചെറുപ്പത്തിൽ കൂട്ടാനും കിഴിക്കാനും ഒക്കെ പഠിപ്പിച്ച ഓളല്ലേ. അത് നന്നായി. അതുകൊണ്ട് ഇപ്പൊ മീൻ കച്ചവടത്തിനെങ്കിലും കുണം കിട്ടി. എങ്ങനെ അല്ല, പൈസ തെറ്റാതെ എണ്ണി വാങ്ങാലോ. അത് ശരി. അപ്പൊ എണ്ണം പഠിക്കാത്തോണ്ടാ നിങ്ങൾ മീൻ മേടിക്കുമ്പോ പൈസ പിന്നെ തരാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണത്. ഭഗവാനേ തുടങ്ങി. മോസേ നിങ്ങളല്ലാണ്ട് ഓനോട് വർത്താനം പറയാൻ നിൽക്കുക. കുഞ്ഞാലിയെ ഈ എന്റെ പണി നോക്കി പോയിക്ക. എവിടെ എന്താ കോന്റെ തമാശ. തമാശ അല്ല, വൈകുന്നേരം അങ്ങാടിയിൽ നിങ്ങൾ മീൻ മേടിക്കാൻ വരുമ്പോ എണ്ണം പഠിച്ചിട്ട് വന്നാ മതി. ടീച്ചർ വന്നാൽ ഇരിക്കാൻ പറയണം. നമ്മൾ വന്നിട്ട് പറഞ്ഞു വിട്ടാ മതി. പഠിപ്പിച്ചതിന് കുരുത്തല്ലേ. കൺഗ്രാചുലേഷൻസ്. പേടിച്ചോ? ഇല്ല. നുണ പറയല്ലേ, ഒന്ന് ഞെട്ടി ചെറുതായിട്ട്. കൺഗ്രാചുലേഷൻസ് പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? ഇല്ല. ഇന്ന് ഉസ്താദുമാരെ ഞെട്ടിച്ചില്ലേ? അങ്ങനെയൊന്നുമില്ല. അവര് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു, അത്രേ ഉള്ളൂ. വരൂ. അതേതായാലും നന്നായി. അറബിയിൽ പാണ്ഡിത്യമുള്ള ഒരാളാണ് അപ്പോയിന്റ് ചെയ്യുന്നവർക്ക് ബോധ്യമായല്ലോ. അതിന്റെ ക്രെഡിറ്റ് ഒരു ഇത്തിരി എനിക്കൂടെ കിട്ടിക്കോട്ടെ. ഞാൻ അയ്യർ സാറിന് ഫോൺ ചെയ്തിരുന്നു. അല്ലെങ്കിലും പുള്ളിക്കാരൻ സെലക്ട് ചെയ്യുന്നവരാരും മോശമാവാറില്ല. ഒരിത്തിരി തല്ലുകൊള്ളിയായത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇരിക്കൂ. മൂപ്പത്തിയാരില്ലേ ഇവിടെ? കടയിൽ പോയിരിക്കുക. ഒക്കെ തന്നെത്താൻ പോയേ വാങ്ങും. ഒറ്റ ആളെ വിശ്വാസമില്ല. പരിചയല്ലേ? പിന്നെ ഇടയ്ക്ക് വീട്ടിൽ വരും മോന് ഫോൺ ചെയ്യാൻ. ആ മോന്റെ പേരും പറഞ്ഞ് ഇടയ്ക്ക് എന്നെ ഒന്ന് വരട്ടും. ഇവരും മരുമകളും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഒരിക്കൽ മകനില്ലാത്തപ്പോ മരുമകളെ മുറിയിലിട്ട് പൂട്ടിയായിരുന്നു. 2 ദിവസത്തേക്ക് ജലപാനം പോലും കൊടുത്തില്ല. ഒടുവിൽ മകൻ വന്നിട്ടാ തുറന്നു വിട്ടത്. ഏതായാലും ഗായത്രി സൂക്ഷിക്കണം. ഞാനോ? മുറിയിലിട്ട് പൂട്ടി പട്ടിണി കിട്ടാലോ. 1-2 ദിവസത്തെ പട്ടിണിയൊക്കെ എനിക്ക് നല്ല ശീല. ചേച്ചിമാർ രണ്ടുപേരും ഗ്രാജുവേറ്റ്സ് ആയിരുന്നു അല്ലേ? കുടിക്കാൻ എന്തേലും എടുക്കാം. ചായ ഇട്ടാലോ? ഈ സന്ധ്യയ്ക്ക് ഇപ്പൊ ഒന്നും വേണ്ട. അതേ വരണുണ്ട്. മാഷെന്താ ഈ നേരത്തെ ഇവിടെ? ഞാൻ ഗായത്രിയോടൊരു കാര്യം പറയാൻ വന്നതാ. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. വന്നപ്പോ കടയിൽ പോയിരിക്കാൻ പറഞ്ഞു. എന്നാ വന്നിട്ട് പോവാന്ന് കരുതി. വരണ്ടേ? ഓ വരട്ടെ. ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരണവരെയും പോണവരെയും വിളിച്ചിരുത്തി കൊഞ്ചു കൊഴയാനേ ഇത് സത്രമൊന്നുമല്ല. മാഷോട് ഇരിക്കണ്ടെന്ന് എങ്ങനെയാ പറയാ? എങ്ങനെ പറഞ്ഞാലും കൊള്ളാം. എനിക്ക് ഇതൊന്നും അത്ര അങ്ങനെ ഇഷ്ടമല്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞാനും എടുക്കാം. വേണ്ട. ആരാ? എന്റെ പേര് ബീരാൻ. അസീസ് അല്ലേ ഇവിടെ? ഉണ്ട്. കുത്തിരിക്കേ. കുത്തിരിക്കാനൊന്നും നേരമില്ല. ഓനോട് നിങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറയും. ഇതാരാ ഇത്? ബീരാനാ? ഞമ്മൾ നിങ്ങളെ നോക്കി 2-3 വട്ടം നിങ്ങളെ പുരയില് വന്നിട്ട് നിങ്ങൾ എവിടെയാ? ഈ വെറുതെ നുണ പറയല്ലേ എന്റെ അസീസെ. നമ്മുടെ പുരേന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എങ്ങനെ ഇറങ്ങും? ആ നിലക്കാക്കില്ലേ ഈ നമ്മളെ? കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയായി പറഞ്ഞുണ്ട്. നിങ്ങളൊന്ന് ബേജാറാണ്ടിരിക്കുന്നു. ജോലി ഉടനെ ശരിയാവും. വേണ്ട, എനിക്ക് ജോലി ശരിയാക്കണ്ട. ആ ബാങ്ങി ഉറുപ്പിയെങ്കിൽ തിരിച്ചു തന്നാലേ ഓലിക്ക തിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ തടി കഴിച്ചിലായിക്കോട്ടെ. ഞമ്മക്കൊരു വഴി ഉണ്ടാക്കാന്ന് നിങ്ങളിപ്പോ പോയി. പോണില്ല. പൈസ തരാണ്ട് നമ്മൾ പോവില്ല. ഒരാഴ്ച കൂടി നിന്ന് അടങ്ങി. എന്തായാലും ഇത്രയായില്ലേ? ഈ പറഞ്ഞ ഈ ഒരു അവധിയും കൂടി നമ്മൾ കേൾക്കണം. അതും കഴിഞ്ഞ് ഇനി എന്നെ സൂയിപ്പാക്കാനാണ് പരിപാടിയെങ്കിൽ ഇബ്രാഹിം ആജിയുടെ മരുമോനാണെന്ന് ഞാൻ നോക്കൂല. പറഞ്ഞേക്കാം. ഈ കണ്ട പൈസയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണേ? അതൊന്നും എനിക്ക് തിരക്കണ്ട. ഒരേൽ ഇങ്ങനെ ആൾക്കാർ വന്ന് വഴക്കുണ്ടാക്കുമ്പോ അതിന്റെ മോശം ഞമ്മക്കുണ്ട്. എന്നാ മാലിങ്ങട് ഇത് നമ്മളെ കൊന്നാലും തരൂല. എന്നാ പിന്നെ തൊള്ളയെ പൂട്ടി മുണ്ടാണ്ടിരി. ഞമ്മളെ വിസ്തരിക്കാൻ വേണ്ട. ഈ ചേലക്കാടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും കണക്കാക്കണ്ട. പറഞ്ഞതിൽ നമ്മുടെ രാഷ്ട്രീയ ലൈൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ആ സുകുമാരനെ ഇസ്മായിലിനെ ചാക്കിലാക്കാൻ സാധിക്കുമോ? സാധിച്ച ജോർജിനെ പൂട്ടുന്ന കാര്യം ഞാനേറ്റു. അതൊക്കെ നടക്കുമോ? എന്താ നടക്കാത്തെ? നടക്കും. നടന്നില്ലെങ്കിൽ നടത്തും. ഒതുക്കി തീർക്കലല്ല, കലക്കി കോരലാണ് ഇന്നത്തെ